ഹലോ മക്കളെ, അപ്പം നമ്മളിപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ 3 വർഷം ചോദിച്ച ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നലെ ഇട്ടത് എന്താണ്, എല്ലാ ചാപ്റ്ററിൽ നിന്നും, അതായത് വർക്ക് എനർജി പവർ മുതൽ ഫ്ലൂയിഡ്സ് വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും തീർച്ചയായിട്ടും പഠിക്കേണ്ട, വിട്ടുപോകാതെ പഠിക്കേണ്ട ഡെറിവേഷൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലൂയിഡ്സ് എല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്, കാരണം ഇത് കുറച്ച് വലിയ ചാപ്റ്ററാണ്, മാത്രമല്ല അതിനകത്തുള്ളതൊക്കെ ഡെറിവേഷൻസ് ആണ്, അപ്പോൾ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതുവരെയും ഫ്ലൂയിഡ്സ് തുറന്ന് നോക്കാത്ത ആൾക്കാർ ഈ ഒരു ചാപ്റ്ററെങ്കിലും ഈ ഒരു ചാപ്റ്ററിലെ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ്സിൽ എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്, അതായത് മാർച്ച് 2021 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ് പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്? ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ, ഇപ്പോൾ സ്റ്റേഷനറി ഫ്ലൂയിഡിൽ മാത്രമേ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പാസ്കൽസ് ലോ ഒരു സ്റ്റേഷനറി ഫ്ലൂയിഡിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പ്രഷർ കൊടുക്കുകയെന്ന് വിചാരിക്കാം. ആ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രഷർ എല്ലായിടത്തേക്കും ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാസ്കൽസ് ലോ? സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് ടു എ ക്ലോസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ടു എവറി പോയിന്റ് ആൻഡ് എവറി ഡയറക്ഷൻ. അൺഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വാല്യൂ ഓഫ് പ്രഷർ ആണോ കൊടുത്തത് അതേ പ്രഷർ തന്നെയായിരിക്കും എല്ലായിടത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഈ പാസ്കൽസ് ലോന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. നമ്മൾ കണ്ടിട്ടുണ്ട്, കാറ് സർവീസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയാണ് കാറ് അല്ലേ പൊക്കി വെക്കുന്നത്. അത് ഹൈഡ്രോളിക് ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പൊക്കി വെക്കുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ബൈ ഡ്രോയിങ് ഫിഗർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗർ എന്താണെന്ന് നോക്കിക്കേ. ജസ്റ്റ് ഒരു പിസ്റ്റൺ, ഇതൊരു പിസ്റ്റൺ ആണ് കണ്ടോ, ഇതൊരു പിസ്റ്റൺ ആണ്. ഓക്കെ, ഈ പിസ്റ്റൺ ഒരു ചെറിയ ഏരിയ ഉള്ളൊരു പിസ്റ്റൺ ആണ്. അതിൻ്റെ ഏരിയ ആണ് നമ്മളിവിടെ എ എന്ന് കൊടുത്തിരിക്കുന്നത്, സ്മോൾ ലെറ്റർ എ. ഇനി ഇതേ പിസ്റ്റൺ തന്നെ മറ്റൊരു വലിയ പിസ്റ്റണിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് കണ്ടോ, കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ കുറച്ച് വലുതാണ്, അതായത് നമുക്ക് ക്യാപിറ്റൽ എ എന്ന് കൊടുക്കാം. ഈ വലിയ ഏരിയ ഉള്ള പിസ്റ്റണിലാണ് നമ്മുടെ കാറോ അല്ലെങ്കിൽ ഏത് വണ്ടിയാണോ അതിനെ എടുത്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, സ്മോൾ എഫ് എന്ന് പറയുന്ന ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഫോഴ്സ് ഗ്രേറ്റർ ഫോഴ്സ് ആയിട്ട് മാറും. എങ്ങനെയായിരിക്കും മാറുന്നതെന്ന് പറഞ്ഞാട്ടെ. എങ്ങനെയാണ്? നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പ്രഷർ. അപ്പോൾ കണ്ടോ, ഈ 2 പിസ്റ്റണും ഒരേ ലിക്വിഡിലാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പാസ്കൽസ് ലോ വർക്ക് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന പ്രഷർ നമുക്ക് P1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രഷറിന് നമുക്ക് P2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പാസ്കൽസ് ലോ അനുസരിച്ച് എന്താണ് പറയുന്നത്? P1 എന്ന് പറയുന്നതും P2 എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലേ. ഇവിടെ കൊടുക്കുന്ന പ്രഷർ തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ. ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ അല്ലേ. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? സ്മോൾ എഫ് ആണ് ഇവിടുത്തെ ഫോഴ്സ്, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ എന്താണ്? സ്മോൾ എ ആണ് ഇവിടുത്തെ ഏരിയ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ ക്യാപിറ്റൽ എഫ് എന്ന് എടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ എന്താണ്? എ, ക്യാപിറ്റൽ എ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടുത്തെ ഫോഴ്സ് എന്താണ് വരിക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് വരിക? ഈ ഏരിയ ഇങ്ങോട്ടേക്ക് എടുത്തേ. അപ്പോൾ സ്മോൾ എഫ് ഇൻറ്റു ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ ഇസ് ഈക്വൽ ടു എഫ് അല്ലേ. ഈ ഏരിയ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അപ്പോൾ ഇവിടെ എഫ് മാത്രമായി അല്ലേ. അപ്പോൾ സ്മോൾ എഫ് ഇൻറ്റു എ ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഇവിടുത്തെ ഏരിയ കൂടുതലാണ്, ഇവിടുത്തെ ഏരിയ വളരെ ചെറുതാണ്. സോ ഇവിടെ ന്യൂമറേറ്റർ വളരെ കൂടുതലാണ്, ഡിനോമിനേറ്റർ കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. സോ സിൻസ് ഏരിയ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ എ, then capital F will be very much greater than സ്മോൾ എഫ് ആയിരിക്കും. ഇവിടുത്തെ ഏരിയ വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ദ സ്മോളർ ഏരിയ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന, അതായത് ലാർജർ പിസ്റ്റൺ ഉള്ള സ്ഥലത്തേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഫോഴ്സിനേക്കാൾ എത്രയോ ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇക്വേഷൻസ് ഒക്കെ മനസ്സിലായല്ലോ? ഇവിടുത്തെ പ്രഷറും ഈക്വൽ ആണെന്ന് പറയുക. ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ബൈ എ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ എഫ് കിട്ടുന്നത് സ്മോൾ എഫ് ഇൻറ്റു ക്യാപിറ്റൽ A by A ആണ്. അപ്പോൾ since A is very much greater than small a, then capital F is very much greater than small f. Okay.
ഇനി അടുത്ത ചോദ്യം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗിവൺ ഫിഗർ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളീസ് തിയറം. അപ്പോൾ ഈ ബെർണോളീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും മാത്രമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അത് തീർച്ചയായിട്ടും കാണുക, പഠിക്കുക. അപ്പോൾ ഈ ചോദ്യം എല്ലാ വർഷങ്ങളിലും ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാം, ചിലപ്പോൾ അതല്ലെങ്കിൽ മോഡലിന് ചോദിക്കാം, അല്ലെങ്കിൽ ബോർഡിന് ചോദിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു ഡെറിവേഷൻ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. അടുത്തത് 2022 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഏത് ലോ ആണ്? പാസ്കൽസ് ലോ. ഇപ്പം നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഒരു ഡെറിവേഷൻ ആണ്. എ ബോഡി ഫാൾസ് ത്രൂ എ ഫ്ലൂയിഡ്, നെയിം ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫാളിംഗ് ബോഡി. അപ്പോൾ ഒരു ബോഡി, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ടെർമിനൽ വെലോസിറ്റി. നമ്മൾ ഇന്നലെ ചെയ്ത ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്? ഒരു മീഡിയത്തിലൂടെ ഒരു സ്ഫെറിക്കൽ ബോഡി ഇങ്ങനെ താഴേക്ക് വരിക. ഒരു സ്ഫെറിക്കൽ ബോഡി താഴേക്ക് വരികയാണ് അല്ലേ? താഴേക്ക് വരുമ്പോൾ ഈ ബോഡിയുടെ വെലോസിറ്റി താഴെ എത്താറാകുമ്പോഴേക്കും ഒന്ന് കോൺസ്റ്റൻ്റ് ആവും. ദാറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. അതായത് ഈ ബോഡി സ്റ്റോപ്പ് ചെയ്യാനാവുമ്പോഴുണ്ടാവുന്ന ഇതിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ബോഡി താഴേക്ക് വരുമ്പോൾ എന്തൊക്കെ ഫോഴ്സസ് ആണ് ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ഫോഴ്സ് എന്താണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇനി ഈ ബോഡി ഒരു മീഡിയത്തിലൂടെ വരികയാണ് അല്ലേ? ഒരു മീഡിയത്തിലൂടെ വരുമ്പോൾ ഈ ബോഡിയിൽ എന്തുണ്ടാവും? ഒരു ബോയൻ ഫോഴ്സ് ഉണ്ടാവും. ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ അപ്ത്രസ്റ്റ് ആക്ടിങ് ഓൺ എ ബോഡി വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കിടക്കുന്ന ഒരു ബോഡി, ഇപ്പോൾ വെള്ളത്തിലാണെങ്കിൽ, വെള്ളത്തിൽ നമ്മളൊരു ബോഡി ഇടുവാണെങ്കിൽ ആ ബോഡിയിലേക്ക് ഈ വെള്ളം കൊടുക്കുന്ന ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും. അതായത് എപ്പോഴും മുകളിലേക്കായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്. ആ അപ്വേർഡ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയും. നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ ബക്കറ്റ് വെള്ളത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ നമുക്ക് അത്ര വെയിറ്റ് തോന്നത്തില്ല. പക്ഷേ ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ബക്കറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ആ വെള്ളം നമ്മുടെ കിണറ്റിലെ വെള്ളം ഈ ബക്കറ്റിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്ര വെയിറ്റ് ഫീൽ ചെയ്യാത്തത് കേട്ടോ. ആ ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഈ ബോഡിയിലേക്ക് താഴേക്ക് വരുന്ന ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന മറ്റൊരു ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയും. വിസ്കസ് ഫോഴ്സ് എന്താണ്? വിസ്കസ് ഫോഴ്സ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്നെ വാട്ടറിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ബോഡിയുടെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വിസ്കസ് ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ഈ ബോഡി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകണമെങ്കിൽ എന്തായിരിക്കണം? ഈ ബോഡിയിലേക്ക് താഴേക്ക് വരുന്ന ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ താഴേക്ക് വരുന്ന ഫോഴ്സ് എന്താണ്? W ഇസ് ഈക്വൽ ടു മുകളിലേക്ക് വരുന്ന ഫോഴ്സ് F പ്ലസ് B. രണ്ടും മുകളിലേക്ക് ആയതുകൊണ്ട് നമുക്ക് രണ്ടിനെയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. ഇനി വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് എന്താണ്? mg ആണ് വെയിറ്റ് ഓഫ് ദ ബോഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 6π RV ആണ് അല്ലേ? വിസ്കസ് ഫോഴ്സ് അത് നമ്മൾ 6π RV എന്നാണ് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. പ്ലസ് ഇവിടെ ഈറ്റ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയും. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ഫെറിക്കൽ ബോഡിയാണ്. V ഇസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ബോഡി ഈസ് കമ്മിങ് ഡൗൺവേർഡ്സ്. നമുക്ക് VT എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ടെർമിനൽ വെലോസിറ്റി. പ്ലസ് ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? mg തന്നെയാണ്. പക്ഷേ ഈ mg ക്യാൻസൽ ചെയ്ത് കളയാൻ പാടില്ല. കാരണം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ മാസിനെ എങ്ങനെ എഴുതാം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കൊടുക്കാം മാസിന്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ആയതുകൊണ്ട് ആ ബോഡിയുടെ ഡെൻസിറ്റി ഞാൻ സിഗ്മ എന്ന് കൊടുക്കുകയാണ്. V ഇൻറ്റു സിഗ്മ. വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് സിഗ്മ എന്ന് കൊടുത്തു ഇൻറ്റു G. ദാറ്റ് ഈസ് ഈക്വൽ ടു 6π RVT പ്ലസ് ഇവിടെ നമുക്ക് മാസിന് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കൊടുക്കാം. എങ്ങനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കൊടുക്കുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് V ഇൻറ്റു ഇവിടുത്തെ ഡെൻസിറ്റിക്ക് പകരം ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ഏത് മീഡിയത്തിലാണോ ആ മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പം നമ്മളൊക്കെ അതിന് റോ എന്ന് കൊടുക്കാം ഇൻറ്റു G. ഓക്കെ. ഞാനിപ്പോൾ ഈ തന്ന നോട്ടിനകത്ത് ചിലപ്പം ഇത് റോയും ഇത് സിഗ്മ എന്നും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല, നോ പ്രോബ്ലം കേട്ടോ. ഏതെങ്കിലും ഒരു ബോഡിയുടെ ഡെൻസിറ്റി റോ ആണെങ്കിൽ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി സിഗ്മ എന്ന് കൊടുക്കുക.
നേരെ തിരിച്ചാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനെ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 6π ഈറ്റ ആർ വി ടി ഈസ് ഈക്വൽ ടു വി സിഗ്മ റോ ജി മൈനസ് വി റോ ജി എന്നല്ലേ വരിക അല്ലേ? ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി. ഇനി ഈ വി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ആണ് അല്ലേ? വോളിയത്തിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4/3 r ക്യൂബ് എന്ന് കൊടുത്തൂടെ അല്ലേ? കാരണം എന്താണ്? അതൊരു സ്ഫെരിക്കൽ ബോഡിയാണ്, സ്ഫെരിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിനെ 4/3 r ക്യൂബ് എന്ന് കൊടുക്കുകയാണ്. ഇൻറ്റു സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി. LHS എന്താ ഉള്ളത്? 6π ഈറ്റ ആർ വി ടി ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ആരൊക്കെയാണ് ക്യാൻസൽ ചെയ്ത് പോവുക? പയ്യും ക്യാൻസലായി. ദെൻ ഇവിടുത്തെ ഒരു ആറും ഇവിടുത്തെ ഒരു ആറും ക്യാൻസലായിട്ട് ഇവിടെ r² ആയി. പിന്നെ എന്താണ് പോവുക? പിന്നൊന്നും പോകാനില്ല അല്ലേ? ഇനി നമുക്ക് വി ടിയുടെ ഇക്വേഷൻ കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ 6ഉം ഈ 4ഉം കട്ടായിട്ട് ഇത് 3ഉം ഇത് 2ഉം അല്ലേ? 2ൽ കട്ടായി പോവും. ഓക്കെ, അപ്പം നമുക്കിനി വി ടിയുടെ ഇക്വേഷൻ കൊടുക്കാം. വി ടി ഈസ് ഈക്വൽ ടു ഈ 3 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൂടെ അല്ലേ? അപ്പോൾ 2 ഡിവൈഡഡ് ബൈ ഇവിടെ ഈ 3 കൊണ്ടുവരുമ്പോൾ 3 × 3 എന്തായി? 9 ആയി. പിന്നെ എന്താ കൊണ്ടുവരിക? ഈറ്റയുണ്ട്, അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ന്യൂമറേറ്ററിൽ എന്താണുള്ളത്? r² ഉണ്ട് ഇൻറ്റു സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി. കണ്ടോ? ഇതാണ് ഇക്വേഷൻ ഫോർ terminal velocity. 2/9 eta r² into sigma minus rho into g. That is the equation for terminal velocity. വളരെ ഉറപ്പായിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഇതെന്തായാലും പഠിക്കണം, വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കണ്ടോ? W = F+B എന്ന് കൊടുക്കുക. എന്നിട്ട് എഫിനും ബിക്കും ഒരേ ഇക്വേഷൻ തന്നെയാണ് mg. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഡെൻസിറ്റി. മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോളിയമിൻ്റെ ഡെൻസിറ്റി എന്ന് എടുക്കുമ്പോൾ ഡെൻസിറ്റി, സ്ഫിയറിൻ്റെ ഡെൻസിറ്റി ഒന്നും മീഡിയത്തിൻ്റെ ഡെൻസിറ്റി വേറെയുമാണ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബൈ സ്റ്റോക്സ് ലോ ഇറ്റ് ഈസ് 6π ഈറ്റ ആർ വി ടി ആണ്. അതും അങ്ങോട്ട് എഴുതി ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ എപ്പോഴും ഡെറിവേഷൻ പഠിക്കുമ്പോണ്ടല്ലോ ലാസ്റ്റ് ഇക്വേഷൻ എന്താണ് കിട്ടേണ്ടതെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് എഴുതി. നിങ്ങളിപ്പോൾ ഇടയ്ക്കുള്ള സ്റ്റെപ്സ് ഒക്കെ മറന്നുപോയി എന്ന് വിചാരിച്ചോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ലാസ്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ആദ്യത്തെ 2 സ്റ്റെപ്സ് ഉണ്ടാവണം. ഇടയ്ക്കുള്ള ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ വിട്ടുപോയാലും അത്ര വലിയൊരു പ്രശ്നമാക്കാറില്ല. പക്ഷേ ലാസ്റ്റ് ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പം എന്താണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? 2/9 r² ഈറ്റ ഇൻറ്റു സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി. ഇവിടെ സിഗ്മ എടുത്തിരിക്കുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്, അതായത് ഡെൻസിറ്റി ഓഫ് ദ സ്ഫിയർ ആണ് ആദ്യം കൊടുക്കേണ്ടത്, മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. അതിപ്പോൾ നിങ്ങൾ തിരിച്ചെഴുതിയാലും പ്രശ്നമില്ല, റോ മൈനസ് സിഗ്മ. പക്ഷേ റോ എന്തായിരിക്കണം? ഡെൻസിറ്റി ഓഫ് ദ സ്ഫിയർ ആയിരിക്കണം റോ. മൈനസ് സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആയിരിക്കണം. അപ്പോൾ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി ആദ്യം എഴുതുക, മൈനസ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി കേട്ടോ. യെസ്, അപ്പോൾ അത് കഴിഞ്ഞു. ടെർമിനൽ വെലോസിറ്റി പഠിച്ചല്ലോ അല്ലേ? അത്രയേ ഉള്ളൂ. യെസ്, അടുത്തത് നെയിം ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഇസ് 0 എന്നേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ ആ ഡെറിവേഷൻ കാണിച്ചതിന് താഴേക്ക് മറ്റു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഡെറിവേഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ എന്താണ്? വെലോസിറ്റിയുടെ പേരെന്താണ്? ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താ ഡിഫൈൻ ചെയ്യുക? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി വിത്ത് വിച്ച് സ്ഫിയറിക്കൽ ബോഡി മൂവ്സ് ഇൻ എ മീഡിയം. അത്രയേ ഉള്ളൂ. ഡിഫറൻഷിയേറ്റ് സ്ട്രീംലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. സ്ട്രീംലൈൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ് സ്ട്രീംലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. പക്ഷേ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ച് പോകുന്നതാണ്. ഇപ്പോൾ ഒരു പൈപ്പിലൂടെ വെള്ളം വരുന്നത് വളരെ സ്റ്റഡിയായിട്ട് വരുവാണെങ്കിൽ അത് സ്ട്രീംലൈൻ ഫ്ലോ എന്ന് പറയും. ഇങ്ങനെ തെറിച്ചാണ് വരുന്നതെങ്കിൽ അതിനെയാണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നോക്കൂ, ഇറ്റ് ഈസ് എ റെഗുലർ ആൻഡ് സ്റ്റഡി ഫ്ലോ. ഇറഗുലർ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ഇസ് കോൾഡ് turbulent flow. In a turbulent flow there is no steady state pattern, it changes continuously. അല്ലേ? സ്ട്രീംലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ എല്ലാ വാട്ടർ പാർട്ടിക്കിൾസും ഒരേ വെലോസിറ്റിയിലായിരിക്കും പോകുന്നുണ്ടാവുക സ്ട്രീംലൈൻ ഫ്ലോയിൽ. പക്ഷേ turbulent ഫ്ലോയിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് മെന്റ് ബൈ ക്രിട്ടിക്കൽ സ്പീഡ് ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ്? ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ സ്പീഡിൻ്റെ വാല്യൂവിനെക്കാട്ടിലും താഴെയാണെങ്കിൽ ആ ഫ്ലോ എന്തായിരിക്കും? സ്ട്രീംലൈൻ ഫ്ലോ ആയിരിക്കും. ആ സ്പീഡിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മളതിനെ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ സ്പീഡ് ഇസ് ദ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ബിലോ വിച്ച് ഫ്ലോ ഇസ് സ്ട്രീംലൈൻ ആൻഡ് എബോവ് വിച്ച് ഫ്ലോ ഇസ് ടർബുലൻറ്റ്. അതാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആറാമത്തത് വീണ്ടും നോക്കൂ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പം എന്തായാലും പഠിക്കേണ്ട ചോദ്യമാണ് കണ്ടോ. ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് എത്ര പ്രാവശ്യം ബെർണോളിസ് വരുന്നെന്ന് കണ്ടോ. അടുത്ത 2022 ജൂൺ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെതാണ്.
Pick the correct one. When the temperature of a liquid increases, its surface tension decreases. അതായത് നമ്മൾ തണുത്ത വെള്ളത്തിൽ സോപ്പിട്ടിട്ട് നമ്മുടെ ഡ്രസ്സ് അലക്കുമ്പോഴും ചൂടുവെള്ളത്തിൽ അലക്കുമ്പോഴും വ്യത്യാസമുണ്ട്. ചൂടുവെള്ളത്തിൽ അലക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് പതയും, അതായത് സർഫസ് ടെൻഷൻ കുറവായിരിക്കും ടെമ്പറേച്ചർ കൂടുമ്പോൾ. ഓക്കെ, യെസ്. എട്ടാമത്തത്, അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാവുന്ന കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ വിസ്കോസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയുകയാണ് ചെയ്യുക. വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അതായത് നമ്മളിപ്പോൾ അറിയാം, ബട്ടറോ അല്ലെങ്കിൽ നെയ്യൊക്കെ എടുത്തിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരും അല്ലേ. അതായത് അവിടെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, വീണ്ടും പാസ്കൽസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനും വരുന്നുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. A1 A2ൻ്റെ ടേംസിൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് r and density rho is falling through a viscous medium of density sigma and coefficient of viscosity eta. What are the different forces acting on the body? നമ്മളിപ്പോൾ പഠിച്ചു ഏതൊക്കെയാണ്? weight of the body, then buoyant force, പിന്നെ viscous force. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഡെറിവേഷൻ അല്ലേ, അപ്പോൾ നിങ്ങൾ ചെയ്തോളൂ അല്ലേ. ഓക്കെ, അടുത്തത് വീണ്ടും ബെർണോളിസ് പ്രിൻസിപ്പിൾ. സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫ്ലൂയിഡ് ദാറ്റ് ഒബേ ബെർണോളിസ് പ്രിൻസിപ്പിൾ. 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കണം? നോൺ വിസ്കസ് ആയിരിക്കണം, അതായത് സ്മൂത്ത് ആയിട്ട് ഒഴുകാൻ പറ്റുന്നതായിരിക്കണം. ഇൻകംപ്രസിബിൾ ആയിരിക്കണം, അതായത് പ്രഷർ ഡിഫറൻസസ് ഒന്നും ഇതിൻ്റെ ഫ്ലോയിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, റെഗുലർ ആൻഡ് സ്റ്റഡി പാറ്റേണിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലൂയിഡിന് മാത്രമേ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി 2023 അതായത് ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സായിട്ട് പഠിക്കുന്ന +2 പഠിക്കുന്ന കുട്ടികളുടെ +1 മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ്. ദ റേഡിയസ് ഓഫ് എ കാപ്പിലറി ട്യൂബ് ഇസ് ഡബിൾഡ്, ദ ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് വിൽ ബി h/2 ആയിരിക്കും ആൻസർ. റേഡിയസ് ഡബിൾ ആയി കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇതെന്തായിരിക്കണം? ഹൈറ്റ് പകുതിയായിട്ട് കുറയണം. അതായത് ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് ഇൻറ്റു റേഡിയസ് മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയണം, നേരെ തിരിച്ചുമായിരിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, അതായത് കാപ്പിലാരിറ്റിയുടെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതും ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. എന്തായാലും കാപ്പിലറി റൈറ്റ്സും ബെർണോളിസ് പ്രിൻസിപ്പിൾ, ടെർമിനൽ വെലോസിറ്റി, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് എക്സസ് പ്രഷർ എന്ന് പറയുന്ന ഡെറിവേഷൻ ഉണ്ട്. അതും കൂടെ നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് എ ലിക്വിഡ് വിത്ത് എ സോളിഡ് സർഫസ്? ഒരു സോളിഡ് സർഫസിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും? അപ്പോൾ അതിന് മുന്നേ എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സോളിഡ് സർഫസ് ഉണ്ട്. ഈ സോളിഡ് സർഫസിൻ്റെ മുകളിൽ ഒരു വാട്ടർ ഡ്രോപ്പ് ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ ഒരു വാട്ടർ ഡ്രോപ്പ് കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്? ഇവിടെ ഈ വാട്ടർ ഡ്രോപ്പ് ഈ സോളിഡ് സർഫസും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു ടാൻജൻറ്റ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഈ ടാൻജൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ആംഗിൾ ഇങ്ങനെ വരയ്ക്കുക, ലിക്വിഡിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് പോലെ, ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ ടച്ച് ചെയ്യുന്നത് പോലെ. ഇതിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആംഗിൾ വരയ്ക്കുമ്പോൾ ഇവിടെ അല്ല ആംഗിൾ വരുന്നത്, ലിക്വിഡിൻ്റെ ഉള്ളിലേക്ക് പോകണം ആംഗിൾ. അതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് എ ലിക്വിഡ് വിത്ത് സോളിഡ് സർഫസ്? ആംഗിൾ ഓഫ് കോണ്ടാക്ടിൻ്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ആംഗിൾ ഡ്രോൺ ടു ദ കർവ് ലിക്വിഡ് സർഫസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സോളിഡ് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഈ ഒരു ആംഗിൾ ഇങ്ങനെ. അപ്പോൾ ഈ ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള സോളിഡ് സർഫസിലേക്ക് ടച്ച് ചെയ്യുന്നത് വരെ ആയിരിക്കണം ആംഗിൾ ഓഫ് കോണ്ടാക്ട് പോവേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിച്ച് പഠിച്ചോളുക. Next, different shapes of water drops on a lotus leaf and glass plate are given below. Redraw it and mark the angle of contact in each case. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുക. ആംഗിൾ എങ്ങോട്ടേക്ക് പോകണം? ലിക്വിഡിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ദെൻ ഇവിടെ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ ഇങ്ങനെയാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. സോളിഡും ലിക്വിഡും കൂടെ കോണ്ടാക്റ്റിൽ വരുന്ന സ്ഥലത്ത് ഇതാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. ആ ടാൻജൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ആംഗിൾ പോകേണ്ടത്? അല്ല, കാരണം ഇവിടെ ലിക്വിഡ് സർഫസ് ഇല്ല. അപ്പോൾ എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്ക് പോകണം. ഇത്
എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്? ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത് അല്ലേ? ദിസ് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇങ്ങനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരിക. മനസ്സിലായോ? അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചോണേ. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഡ്രോൺ ടു ദ കർവ്ഡ് ലിക്വിഡ് സർഫസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സോളിഡ്. അതായത് കർവ്ഡ് ലിക്വിഡ് സർഫസും ഈ സോളിഡും കൂടെ മീറ്റ് ചെയ്യുന്നതിൻ്റെ അവിടം തൊട്ട് ആൻഡ് ദ സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്, അതായത് ഉള്ളിലേക്കുള്ള സോളിഡ് സർഫസ് വരെ വരയ്ക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും ചോദിച്ചിരിക്കുന്നു സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളീസ് പ്രിൻസിപ്പിൾ അല്ലേ? ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ വീണ്ടും അപ്പം നന്നായി തന്നെ പഠിക്കുക. ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ വിസ്കോസിറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ലിക്വിഡ് ലെയേഴ്സ് ഉണ്ട്. ഈ ലിക്വിഡ് ലെയേഴ്സിൻ്റെ ഏരിയ എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ പറഞ്ഞത് ഈ 2 ലിക്വിഡ് ലെയേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് താഴെയുള്ള ലിക്വിഡ് ലെയർ അതിൻ്റെ മുകളിലുള്ള ലിക്വിഡ് ലെയറിൻ്റെ മോഷനെ ഒന്ന് ഒപ്പോസ് ചെയ്യും, ഒന്ന് പിടിച്ചു വലിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ മുകളിലുള്ള ലിക്വിഡ് ലെയർ അതിൻ്റെ തൊട്ട് മേലുള്ള ലിക്വിഡ് ലെയറിൻ്റെ മോഷൻ ഒന്ന് പിടിച്ചു വലിക്കും. അതായത് ആസ് വി ഗോ ഹയർ ആൻഡ് ഹയർ, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വാട്ടറിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അടിയിലേക്കാണ് വെലോസിറ്റി കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ വിസ്കസ് ഫോഴ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? വിസ്കസ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ ലെയേഴ്സ് ആൻഡ് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. എന്താണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് വെലോസിറ്റി പെർ ഡിസ്റ്റൻസ്. വെലോസിറ്റി പെർ ഡിസ്റ്റൻസ് ആണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ടൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. അതായത് ഈറ്റ എന്നാണ് അതിനെ പറയുക. ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഈ ഈറ്റയെ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഏരിയ എന്ന് പറയുന്നതും 1 ആണ്, ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നതും 1 ആണെങ്കിൽ, രണ്ടും 1 ആണെങ്കിൽ നമുക്ക് എഫ് ഈക്വൽസ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ കിട്ടുക? ഈറ്റ എന്നല്ലേ കിട്ടുക. അപ്പോൾ ഈറ്റയുടെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? ഇറ്റ് ഈസ് ദ വിസ്കസ് ഫോഴ്സ് ആക്ടിങ് പെർ അല്ലെങ്കിൽ ആക്ടിങ് ബിറ്റ്വീൻ 2 ലിക്വിഡ് ലെയേഴ്സ് ഓഫ് യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. യൂണിറ്റ് ഏരിയയും യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റുമുള്ള 2 ലിക്വിഡ് ലെയേഴ്സിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇനി വിസ്കോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് by അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ദ ഫ്ലൂയിഡ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ് സക്സസീവ് ലെയേഴ്സ്. അതായത് ഓരോരോ ലെയറിനിടയിലുള്ള മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ആ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡിനെയാണ് എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ആ ഫോഴ്സിനെ പറയുന്ന പേര് എന്ത് പറയും? വിസ്കസ് ഫോഴ്സ് എന്നും പറയും കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? സി പാർട്ട് എന്ന് പറയുന്നത് ഓൺ വിച്ച് ഫാക്ടേഴ്സ് ഡസ് ദ വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുക? സർഫസ് ഏരിയയും ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ വെലോസിറ്റി ഗ്രേഡിയൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി എക്സ് ആണ് കേട്ടോ. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്തോ, അതായത് ഡിനോമിനേറ്ററിൽ ലെങ്ത്തോ ഡിസ്റ്റൻസോ ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുക. ഓക്കെ, മാർച്ച് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് അണ്ടർ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. വൈ? അതായത് എന്തുകൊണ്ടാണ് എപ്പോഴും സ്ഫെറിക്കൽ ഷേപ്പിലിരിക്കുന്നത്? സർഫസ് ടെൻഷൻ കാരണമാണ്. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ കാരണം എപ്പോഴും അതിൻ്റെ വാട്ടറിൻ്റെ സർഫസ് ഷേപ്പ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അത് സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, when a painting brush is dipped in water its airs cling together. Why? Because of surface tension അല്ലേ? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ഇടയിലുള്ള ബ്രിസിൽസിൻ്റെ ഇടയിൽ വെള്ളം കയറുമ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും? അതിൻ്റെ ഏരിയ കുറഞ്ഞിരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കും. കുറഞ്ഞിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചങ്ങ് ചേർത്തുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്തായി? അവിടുത്തെ ബ്രഷിൻ്റെ എല്ലാം ബ്രിസിൽസ് അങ്ങ് ചേർന്നിരിക്കുകയാണ് ചെയ്യുക. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. When water flowing in a broader pipe enters into a narrow pipe, its pressure decreases. Do you agree with the statement? Explain. നമ്മൾ ഒരു ബ്രോഡർ ഏരിയയിൽ നിന്നും നാരോ ഏരിയയിലേക്ക് പോകുമ്പോൾ അല്ലേ, അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്? യെസ്, ബ്രോഡർ ഏരിയയിൽ നിന്നും നാരോ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ കുറയുന്നുണ്ട്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻറ്റ്. ബ്രോഡർ ഏരിയയിലെ ഏരിയ കൂടുതലായതുകൊണ്ട് വെലോസിറ്റി കുറവായിരിക്കും, ഇവിടെ ഏരിയ കുറവായതുകൊണ്ട് വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ദ ഗ്രേറ്റർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പൈപ്പ് ദ സ്മോളർ ഇസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ നമുക്കത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് എന്താണ് നോക്കൂ, ബി പാർട്ട്, ഡിഫൈൻ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമ്മളിപ്പം ഡിഫൈൻ ചെയ്തില്ലേ, അത് തന്നെയാണ്. ഇറ്റ്സ് എ ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വെൻ ദ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇസ് യൂണിറ്റി. അപ്പോൾ യൂണിറ്റ് ഏരിയയും വെലോസിറ്റി ഗ്രേഡിയന്റ് യൂണിറ്റി ആവുമ്പോൾ അതിനിടയിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ വാട്ടർ വിൽ റൈസ് ഇൻസൈഡ് എ ഗ്ലാസ് ട്യൂബ്. ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻ ദിസ് കേസ് ഇസ്, എന്താണ് വരുന്നത്, അക്യൂട്ടാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് കുറച്ചൊരു പ്രശ്നമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ പ്യുവർ വാട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് വരുന്നത് 0 ആണ്. പക്ഷെ അന്ന് കുറച്ചൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ വാട്ടറിന് മാത്രമേ തന്നിരിക്കുന്നത് കൊണ്ട് വാട്ടറിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് അക്യൂട്ട് ആയിരിക്കും. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രിക്ക് താഴെ വരുന്നതാണ് അക്യൂട്ട് ആംഗിൾ. അതുപോലെ തന്നെ ഒരു സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യിക്കാത്ത ലിക്വിഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മെർക്കുറി നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യിക്കത്തില്ല. അതുപോലെ തന്നെ ലോട്ടസ് ലീഫിൽ കിടക്കുന്ന പിന്നെ വാട്ടർ ഡ്രോപ്സ് എങ്ങനെയാണ്, ഇങ്ങനെ ഉരുണ്ട് കളിക്കും അല്ലേ, മുത്തുമണി പോലെ കിടക്കുമെന്ന് പറയും. അപ്പോൾ അതും എന്ത് ചെയ്യില്ല, ലോട്ടസ് ലീഫിനെ വെറ്റ് ചെയ്യിക്കത്തില്ല. അങ്ങനെയുള്ള ലിക്വിഡ്സിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എപ്പോഴും ഒപ്റ്റ്യൂസ് ആയിരിക്കും കേട്ടോ. ദ ലിക്വിഡ് ദാറ്റ് ഡസ് നോട്ട് വെറ്റ് ദ സോളിഡ് സർഫസ്, അതായത് അത് കാരണം അവിടെ നനയുന്നില്ല അല്ലെങ്കിൽ വെറ്റ് ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ലിക്വിഡിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഒപ്റ്റ്യൂസ് ആയിരിക്കും. ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യിപ്പിക്കുന്ന എല്ലാ ലിക്വിഡ്സിൻ്റെയും ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് അക്യൂട്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ കേസിലാണെങ്കിലും അക്യൂട്ടാണ്, പ്യുവർ വാട്ടർ ആണെങ്കിൽ ശരിക്കും 0 ആണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഒബ്റ്റൈൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ റൈസ് ഓഫ് ലിക്വിഡ് ഇൻ ദ ട്യൂബ്. അതായത് കാപ്പിലറി റൈസ് ആണ്, അതിൻ്റെ ഡെറിവേഷൻ മാത്രമായിട്ടുള്ള വീഡിയോ പിൻ ചെയ്ത് തന്നേക്കാം. വാട്ടർ റൈസസ് ടു ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ഇൻ ഗ്ലാസ് ട്യൂബ്സ് ഓഫ് ഡിഫറെൻറ്റ് റേഡിയായി ഗിവ് റീസൺ. അതായത് പല റേഡിയായിൽ ആണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ H=S cos θ by A dg അല്ലെങ്കിൽ R ρg എന്നും പറയാം. Rρg. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് ആണ്, റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആൻഡ് G ഇസ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്, S എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്. അപ്പോൾ H ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. അതുകൊണ്ട് പല റേഡിയസിനും പല ഹൈറ്റിലായിരിക്കും എന്തുണ്ടാവുന്നത്, കാപ്പിലറി റൈസ് ഉണ്ടാവുന്നത്. ബാക്കി എല്ലാം കോൺസ്റ്റൻസ് അല്ലേ, സർഫസ് ടെൻഷൻ, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്, ഡെൻസിറ്റി, G ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ H ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആയിരിക്കും. സോ ഇറ്റ്സ് ദ ഡിഫറെൻറ്റ് കാപ്പിലറി ട്യൂബിന് പല ഹൈറ്റിലായിരിക്കും കാപ്പിലറി റൈസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കണ്ടോ 2021 മുതലുള്ള 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതും ബോർഡ് എക്സാം മാത്രമല്ല, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ, അതുപോലെ ബോർഡ് എക്സാമിനേഷൻ, 3 വർഷത്തെയും ചോദ്യങ്ങൾ. അതായത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വർഷത്തെ 3 ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ 3 വർഷം എന്ന് പറയുമ്പോൾ 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളും കാപ്പിലറി റൈസും ആണ്. അപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ്സ് ഇനിയിപ്പം പഠിച്ച് തീർക്കാനുള്ള സമയം ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്നതെങ്കിലും പഠിച്ചിട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ അടുത്ത ചെയ്യുന്നത് വർക്ക് എനർജി, പവർ, റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ ഇപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിനേഷന് മുന്നേ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങളുടെ മോഡൽ എക്സാമിനേഷന് മുന്നേ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു ചാനലുണ്ട്, അതിനകത്തുനിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചാപ്റ്റർ വൈസ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. പിന്നെ നോട്ട്സിന് വേണ്ടിയിട്ട് ടെലഗ്രാമിലൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ +1ൻ്റെ ഫുൾ നോട്ട്സ്, അതായത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കും സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് മാത്രം വെച്ചിട്ടുള്ള, സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, സ്റ്റേറ്റ് സ്റ്റുഡൻസിന് ആവശ്യമുള്ള ഫുള്ള് നോട്ട്സ് അതിനകത്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും CBSE സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നോട്ട്സ് പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. അപ്പം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്കിതുപോലെ തന്നെ പഠിക്കാം. ഓക്കെ അല്ലേ? ബൈ, താങ്ക് യു.